നിങ്ങൾ സിഗ്മ മെയിൽ എന്ന് കേട്ടിട്ടുണ്ടോ? പവർഫുൾ, ഇൻഡിപെൻഡന്റ്, സ്ത്രീകളെ ഒട്ടും കാര്യമാക്കാത്ത ഒരാൾ. ഇത് തന്നെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ സിഗ്മ മെയിലിന്റെ വ്യാഖ്യാനം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സോഷ്യൽ മീഡിയയിലെ ഒരു കൃത്രിമമായ സൃഷ്ടിയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയേണ്ടി വരും. ചരിത്രപരമായി പുരുഷത്വത്തിന്റെ നിർവചനങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേട്ടക്കാരൻ, യോദ്ധാവ്, കുടുംബത്തെ സംരക്ഷിക്കുന്നവൻ എന്നൊക്കെ പല കാലങ്ങളിൽ പല ആദർശങ്ങളാണ് മസ്കുലിനിറ്റിയെ പറ്റി ഉണ്ടായിരുന്നത്. മുൻകാലത്ത് ചരിത്രകാരന്മാർ നടത്തിയിരുന്ന ഈ നിർവചനങ്ങൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയാണ് നിയന്ത്രിക്കുന്നത്. ഇതിന്റെ അപകടം എന്താണെന്നോ? ഒരു മുഴുവൻ തലമുറയുടെയും ചിന്തകളും ധാരണകളും ഇതിലൂടെ വികലമായി രൂപപ്പെടുന്നു എന്നാണ്. സാമുവൽ ടാനർ, ഫ്രാങ്കോയിസ് ഗില്ലാർഡിൻ എന്നിവർ 2025 സോഷ്യൽ മീഡിയ പ്ലസ് സൊസൈറ്റി എന്ന ജേണലിൽ നടത്തിയ പഠനത്തിൽ പറയുന്നത്, ടിക്ടോക്കിലെ സിഗ്മ മെയിൽ ട്രെൻഡ് നമ്മുടെ യുവാക്കൾക്ക് ഒരു തെറ്റായ ആത്മവിശ്വാസം നൽകുന്നു എന്നതാണ്. സ്ത്രീകളെ എതിരാളികളായി കാണുന്ന മനോഭാവം വളർത്തുന്നുണ്ട് ഈ ട്രെൻഡ്. ചരിത്രപരമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 1950കളിൽ ആൽഫ മെയിൽ, ശക്തനായ നേതൃത്വം ഗുണമുള്ള പുരുഷൻ. 2020കളിൽ അത് സിഗ്മ മെയിലായി മാറി. ഏകാന്തത ഇഷ്ടപ്പെടുന്ന, സ്വാർത്ഥമതിയായ, സ്ത്രീകളോട് വിരോധം കാണിക്കുന്ന പുരുഷൻ എന്നായി മാറി. ഈ മാറ്റം ഇന്ന് സമൂഹത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ അനിശ്ചിതത്വത്തോടുള്ള പ്രതികരണമാണ് എന്നാണ് ഗവേഷണം തെളിയിക്കുന്നത്. പഠനത്തിൽ കണ്ടെത്തിയ ടോക്സിക് മസ്കുലിനിറ്റിയെ 4 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ഘട്ടം അവഗണന അല്ലെങ്കിൽ ഡിസ്ഇൻട്രസ്റ്റ്. സ്ത്രീകളെ വെറും ഒരു തടസ്സമായി കാണലാണ് ഈ സ്റ്റേജിന്റെ പ്രത്യേകത. ഉദാഹരണം, ജിമ്മിൽ സ്ത്രീകളെ മനഃപൂർവ്വം അവഗണിക്കുന്ന യുവാക്കൾ. നിരാകരണമാണ് രണ്ടാമത്തത്, അതിന് റിജക്ഷൻ എന്ന് പറയാം. പ്രണയം വേണ്ട, സിംഗിളായി നിൽക്കുന്നതാണ് നല്ലതെന്ന ആശയം. അതിന്റെ മനഃശാസ്ത്രം ഇത്രയേ ഉള്ളൂ: കിട്ടാത്തത് അവഗണിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തത് അപമാനം, ഹ്യൂമിലിയേഷൻ. സ്ത്രീകളെ പരസ്യമായി പരിഹസിക്കൽ. ഉദാഹരണം, സ്ത്രീകൾക്ക് പൂക്കൾ നൽകി പിന്നെ തിരികെ വാങ്ങുന്ന ട്രെൻഡ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാം. വിദ്വേഷമാണ് അവസാനത്തേത്, ഹെയ്റ്റ്. അമേരിക്കൻ സൈക്കോ പോലുള്ള സിനിമകളിൽ നിന്നുള്ള ക്ലിപ്പുകൾ പ്രചരിപ്പിച്ച് അതൊക്കെ നോർമലൈസ് ചെയ്യലാണ് ഈ സ്റ്റേജിന്റെ പ്രത്യേകത. ഇനി താത്വികമായി ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഇത് യുവാക്കളുടെ മാനസികാരോഗ്യം അപകടത്തിലാക്കുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം. ഒറ്റപ്പെടൽ, ദേഷ്യം, ഡിപ്രഷൻ എന്നിവയെല്ലാം ഇതിന്റെ അനന്തരഫലങ്ങളാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ഓൺലൈൻ ആക്രമണങ്ങളും സൈബർ ബുള്ളിയിങ്ങും വർദ്ധിക്കുന്നതിൽ ഈ ട്രെൻഡിന് വളരെയധികം നല്ലൊരു പങ്കുണ്ട്. പിന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്ന പോലെ സ്ത്രീകൾക്ക് എല്ലാം ഉണ്ട്, പുരുഷന്മാർക്കൊന്നുമില്ല എന്ന മിഥ്യാധാരണ നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ ദുർബലമാക്കുന്നു എന്നും ഈ സ്റ്റഡി കണ്ടെത്തി. ചരിത്രവുമായി കമ്പയർ ചെയ്താൽ നമുക്ക് കാണാം, 1920കളിലെ ജർമ്മനിയിലെ നാസിസം എന്ന ആശയം പോലെ ഇന്ന് സോഷ്യൽ മീഡിയ ഒരു പുതിയ തരത്തിലുള്ള ഫാസിസം രൂപപ്പെടുത്തുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ പറയുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ കെയർഫുള്ളായി നിരൂപണ മനോഭാവത്തോടു കൂടി സമീപിക്കുക. യുവാക്കളുമായി തുറന്ന ചർച്ച നടത്തുക. യഥാർത്ഥ പുരുഷത്വം ബഹുമാനത്തിൽ നിന്നാണ് തുടങ്ങുന്നവരെ പഠിപ്പിക്കുക. വിദ്വേഷമുള്ള ഉള്ളടക്കങ്ങളുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റ് ഉടനടി റിപ്പോർട്ട് ചെയ്യുക. സ്ത്രീകളെ ബഹുമാനിക്കുന്ന മെയിൽ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്ത് കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കുക. കുട്ടികളാണെങ്കിൽ സ്വയം വിലയിരുത്തുക. സിഗ്മ മെയിൽ ആകാനുള്ള ആവശ്യം എന്താണ് ഇപ്പോൾ എന്ന് സ്വയം ചോദിക്കുക. മെയിൽ മസ്കുലിനിറ്റി ഒരു സ്ഥിരമായ ആശയമല്ല, അത് സമൂഹത്തിൽ ട്രെൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഒരു മെന്റൽ വാറാണ് യുവാക്കളെ കൊണ്ട് നടത്തുന്നത്. നിങ്ങളുടെ ലക്ഷ്യം യഥാർത്ഥ വിജയമാണെങ്കിൽ സ്വയം നിയന്ത്രണത്തിലും പരസ്പര ബഹുമാനത്തിലും ഫോക്കസ് ചെയ്യൂ. അതാണ് ഇന്നത്തെ വിഷയം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി പങ്കുവയ്ക്കൂ. സിഗ്മ മെയിൽ ട്രെൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ? യഥാർത്ഥ പുരുഷത്വം എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എല്ലാം കമന്റിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വേറൊരു വിഷയമായി വീണ്ടും കാണാം.